ഇരിപ്പിൽ കിട്ടുന്നൊരു സുഖമുണ്ട്. ഒരു ടെൻഷനും ഇല്ലാതെ, ഒരാവലാതിയില്ലാതെ, ഒരേ ഒരു ഇരിപ്പ്. ആ ഇരിപ്പ് എപ്പോഴാ അവസാനിക്കുന്നറിയോ? ഭാമ വന്ന് വഴക്കു പറയുമ്പോഴാ. അതൊക്കെയായിരുന്നുള്ളൂ ജീവിതം. അന്ന് വലിയ സമ്പാദ്യങ്ങളൊന്നും ഇല്ല, പക്ഷേ മനസ്സമാധാനമുണ്ട്. പരസ്പരം എന്തുണ്ടെങ്കിലും സംസാരിച്ചിരുന്നു. അതുകൊണ്ട് തീരുമാനങ്ങളെല്ലാം ഒന്നിച്ചായിരുന്നു. പിന്നീട് പതിയെ പതിയെ വീടായി, കാറായി, വീട്ടിലാളായി. അങ്ങനെ വന്നപ്പോൾ സംസാരവും കുറഞ്ഞു. തീരുമാനങ്ങളെല്ലാം ഭാമ ഒറ്റയ്ക്കെടുത്തു തുടങ്ങി. എൻ്റെ റോളോ കാശുണ്ടാക്കുന്ന യന്ത്രത്തിൻ്റേത് മാത്രമായിട്ട് മാറുകയും ചെയ്തു. എവിടെയും ചതിപറ്റിയതേ ഒറ്റയ്ക്കുള്ള ഭാമയുടെ തീരുമാനങ്ങൾക്ക് തന്നെയായിരുന്നു. എൻ്റെ തിരക്കുകൾ ഭാമയിൽ ഉത്തരവാദിത്തങ്ങൾ കൂടി. ഒടുവിൽ എന്നെ തന്നെ ഭരിക്കുന്ന രീതിയിൽ ഭാമ വളർന്നു. ഞാൻ പക്ഷേ അങ്ങ് ചെറുതായി. എല്ലാ കാര്യങ്ങളിൽ നിന്നും ഒതുങ്ങി എനിക്ക് തന്നെ ഞാൻ ഭാരമായിട്ട് മാറുന്ന രീതിയിലേക്ക് അങ്ങ് മാറി. ഈ വീട്ടിലെ ഭരണം പെണ്ണുങ്ങൾ ഏറ്റെടുത്താല് ചില കുഴപ്പമുണ്ടെന്നുള്ളതിന് ചില വരികളുണ്ടല്ലോ പിള്ളേ. വളരെ പ്രശസ്തമായ വരികളാണെന്ന് തനിക്കും എനിക്കൊക്കെ അറിയാം. എന്തോ നരകോ എന്തായാലും അതിവിടെ കറക്റ്റാ. നാര് വരിച്ചിടം നാരകം നട്ടടം രണ്ടും മുടിയോന്ന. അത് തന്നെയാണോ എന്റെ ജീവിതത്തിലും സംഭവിച്ചത്. കൈവിട്ടുപോയ ജീവിതം കയ്യെത്തി പിടിക്കാനായിട്ട് ശ്രമിച്ചപ്പോ കഴിക്കാനൊക്കെ ഇല്ലാതെ. പിന്നെ പോകുന്ന പോലെ അങ്ങോട്ട് പോട്ടെ എന്ന് ഞാനും അങ്ങ് വിചാരിച്ചു. ആ പോക്കാണെങ്കിലോ എല്ലാം കൊണ്ടങ്ങ് പോവുകയും ചെയ്യും. എല്ലാത്തിനും ഒരു യോഗം വേണം പിള്ളേ. യോഗമില്ലാത്തവൻ ഇതുപോലെ ഇരുന്ന് പഴയ കഥകളൊക്കെ ഓർത്തു പറഞ്ഞോണ്ട് അങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ. ചിലപ്പോ ദൈവം ഇങ്ങനെ സാർ ചുമ്മാ അങ്ങനെ വേദനിപ്പിക്കും. നമുക്കൊക്കെ പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളായിരിക്കും. എന്നാലും അതിനൊരു അവസരം തരില്ല. അവസരം തന്നാ പിന്നെ നമ്മളെ അങ്ങനെ വേദനിപ്പിക്കാൻ പറ്റില്ലല്ലോ. എടോ പിള്ളേ, ഇത് നഷ്ടപ്പെട്ടപ്പോഴേ വേദനയല്ലായിരുന്നു, ഒരുതരം മറുപ്പായിരുന്നു. അച്ഛൻ്റെ ഇഷ്ടേ. അതിന്റെ ദേഷ്യമുള്ളതുകൊണ്ട് അച്ഛന്റെ സഹായമില്ലാതെയാ ആദ്യത്തെ വീണ് തറക്കല്ലെടുത്തത്. അന്ന് വണ്ടിയും കാറൊന്നും ഇങ്ങോട്ട് വരത്തില്ല. കല്ലൊക്കെ തലച്ചുമടാട്ടൂണ് എത്തിക്കാൻ. കണ്ണീന്ന് പലപ്പോഴും പൊന്നിച്ച് പറഞ്ഞിട്ടുണ്ട് പിള്ളേ. അതിന് മാത്രം കഷ്ടപ്പെട്ടിട്ടാണോ ഞാനതൊക്കെ ഉണ്ടാക്കിയത്? എന്നിട്ട് എന്റെ വാക്കിന് ഒരു വിലയും കൽപ്പിക്കാതെ എന്റെ വാക്കുകൾ ധിക്കരിച്ചുകൊണ്ട് ആ ഉപേന്ദ്രന്റെ മുമ്പിൽ അടിയറോച്ചിന് ഇതെല്ലാം. എന്നിട്ടിപ്പോ എന്തായി? വാട വേണ്ട തിണ്ണയില് ചുരുട്ടുടേണ്ടി വന്നിരിക്കുക. സ്വപ്നത്തിൽ പോലും വിചാരിച്ചാലോ ഇങ്ങനൊരവസ്ഥ. എടോ പിള്ളേ, താനകത്ത് എങ്ങുണ്ടോടോ? ഇതൊന്ന് കുരച്ചു കാണാൻ വേണ്ടി ഞാൻ എത്ര നേർച്ച നേർന്നിട്ടുണ്ടെന്നറിയാമോ? എന്റെ വീട്ടിൽ നിന്ന് ഞാൻ കൊണ്ടുവച്ച തെങ്ങാടോ ഇത്. അച്ഛനറിയാതെ അമ്മ എടുത്തു തന്ന തയ്യ. പിന്നീട് അച്ഛൻ ഒരിക്കൽ എന്നോട് ചോദിച്ചു, ആ തൈക്ക് ചൊട്ട പൊട്ടിയോടാന്ന്. പിന്നീട് അമ്മ പറഞ്ഞ് ഞാൻ അറിഞ്ഞു, എല്ലാം അച്ഛൻ അറിയാമായിരുന്നു. ഈ തെങ്ങും എന്റെ അച്ഛന്റെ വിയർപ്പ് തന്നെ. അച്ഛന്റെ വിയർപ്പിന്റെ വിത്ത. എടോ പിള്ളേ,
തൂക്കുമരത്തിലേക്ക് പോകും മുമ്പേ അവസാന ആഗ്രഹം പോലെ ഞാൻ തന്നോടൊരു കാര്യം ആവശ്യപ്പെട്ടിരുന്നു. അത് താൻ എനിക്ക് സാധിച്ചു തരാമെന്ന് പറഞ്ഞായിരുന്നു. അതിനുള്ള ഏർപ്പാടൊക്കെ ഞാൻ ഒരുക്കിയിട്ടാ ഇങ്ങോട്ട് കൊണ്ടുവന്നത് തന്നെ. ഞാനിപ്പോ അവനെ വിളിക്കാം, ആള് വന്നിട്ടുണ്ട്. രാജേഷേ, വാ, കേറി വാ. നല്ല വെള്ള കൂടുതലുള്ള 2 കരിക്കിങ്ങി. എടാ, നീ പേടിക്കാനും വേണ്ട. ഇതെല്ലാം എന്റെ മുതൽ തന്നെ, എന്റെ പാരമ്പര്യ സ്വത്താ. ഇതിന്ന് 2 കരിക്കിട്ടൊന്നും വെച്ച് ഇനി എന്ത് ഭൂകമ്പം വന്നാലും അത് ഞാനങ്ങ് തടുത്തോളാം. നീ കയറിക്കോ. കേറിക്കോ. കയറിക്കോ. സാറേ, ഏ? നമുക്ക് അങ്ങോട്ടിരിക്കാം.